സ്ഥലം എന്റെ പേര് രാജൻ, സ്ഥലം പെരുമ്പിലാവ്. ഓക്കെ. ഞാൻ പ്രവാസിയായിരുന്നു. ഒരു 27 വർഷം ഞാൻ ഗൾഫിൽ തന്നെയായിരുന്നു. അപ്പോ അവിടെ നിന്നാണ് എനിക്ക് ഷുഗർ സ്റ്റാർട്ടായത്. സ്റ്റാർട്ടായി ആദ്യം ടാബ്ലറ്റ്സ് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻസുലിൻ ഇങ്ങനെ അതിന്റെ പോയിന്റ് കൂട്ടി 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 വരിക എന്നല്ലാതെ കുറയ്ക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കണ്ണിന് പ്രശ്നമായി തുടങ്ങി. കാരണം ഞാൻ അവിടെ ഒരു ഡ്രൈവറായിരുന്നു. നമ്മൾക്ക് പറഞ്ഞ രാത്രിയും പകലൊക്കെ വാഹനം ഓടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. കണ്ണിന് ബാധിച്ചപ്പോ എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ കണ്ണിന്റെ ഹോസ്പിറ്റലിലേക്ക് ലെറ്റർ തന്നു. അങ്ങനെ അവിടെ പോയി കണ്ണ് നോക്കുന്ന സമയത്ത് കണ്ണിന്റെ ഞരമ്പ് തളർച്ചയാണ്. അത് ഷുഗർ കൊണ്ട് വരുന്നതാണ്. അപ്പൊ ആ തളർച്ച അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നീര് വരും. നീര് വന്നു കഴിഞ്ഞ് വീർത്താൽ പൊട്ടിക്കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച പോവും. അതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതിനെ ഇഞ്ചക്ഷൻ ചെയ്യണം. അത് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് 22 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത ഇഞ്ചക്ഷൻ ചെയ്യുക. സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ചെയ്യുള്ളൂ. അപ്പൊ 3 ഇഞ്ചക്ഷൻ ചെയ്യും. ആ 3 ഇഞ്ചക്ഷൻ അവിടെ ഗൾഫിൽ നിന്ന് എടുത്തു, അബുദാബിയിൽ നിന്ന് എടുത്തു. ഞാന് പിന്നെ നോക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്നും ടൈമിങ്ങോ കാര്യമൊന്നും ഇല്ലാത്തതാണ്, ജോലിയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒന്നും ശരിയാവണില്ല. കണ്ടപ്പോ ഞാൻ സ്വമേധയാ ഞാൻ റിസൈൻ ചെയ്തു, ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ടും ഞാൻ നാട്ടിൽ വന്നതിന്റെ ശേഷം നാട്ടിലെ പ്രമുഖ ഒരു ഹോസ്പിറ്റലിലെ നല്ല ഒരു പ്രമുഖ ഡോക്ടർ തന്നെയാണ്, പേരുള്ള ഡോക്ടർ തന്നെയാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അവിടുത്തെ റിസൾട്ടുകളും കിട്ടായാലും ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഇവിടെ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ പോയത്. കാരണം എനിക്ക് വീണ്ടും കണ്ണിലേക്ക് വരുന്നത് അറിയാൻ കാരണം എന്താ വെച്ചെങ്കിൽ കണ്ണില് ഇങ്ങനെ തരി ഒരു ഇത് വരും, എരടിച്ച വരും. അത് കഴിഞ്ഞാൽ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടും. അപ്പൊ മനസ്സിലാക്കാം കണ്ണിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി കണ്ടു, സ്കാൻ ചെയ്ത് നോക്കി. അപ്പൊ വീണ്ടും ഞരമ്പ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്യുന്ന വേണമെന്നാണ്. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് അവിടുന്ന് ഇതേമാതിരി തന്നെ 3 ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. അത് ഇതേമാതിരി ഒരു മാസം ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കഴിഞ്ഞ് പിറ്റത്തെ മാസമാണ് പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുള്ളൂ. അത് സ്കാൻ ചെയ്ത് നോക്കിയതിന്റെ ശേഷം എടുക്കുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ നമ്മളെ ഇവിടുന്ന് നമ്മളെ ഐ കോഫിയാണ് എന്റെ റിസൾട്ട്. ഐ കോഫി കിട്ടി. അതായത് നമ്മൾ തന്നെ ഒരു ലീഡർ അടുത്തുള്ള, പിന്നെ നമ്മൾ തന്നെ എന്റെ തന്നെ ഭാര്യ സഹോദരനുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരാണ് എനിക്ക് കൊണ്ടുവന്നിട്ട് കോഫി തരുന്നത്. കോഫി കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞത് കഴിച്ചു നോക്കാന്ന് പറഞ്ഞു. ആ കഴിച്ചു തുടങ്ങി. പക്ഷെ കഴിച്ചു തുടങ്ങിയതിന്റെ ശേഷമാണ് എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. കാരണം പറഞ്ഞാൽ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. കാരണം കാല് കടച്ചിൽ, ഭയങ്കര കാല് കടച്ചിലാണ്. പല എല്ലാം കൊണ്ടും, അതായത് എന്തും പോലെ നമ്മൾക്ക് ദാമ്പത്യത്തിൽ തന്നെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ കോഫി കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിനാണ് എനിക്ക് ഫസ്റ്റ് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. കണ്ണിന്റെ പ്രശ്നം ഇപ്പൊ 1.5 വർഷമായിട്ട് ഞാൻ സ്ഥിരം കോഫി കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് കണ്ണിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇന്നിപ്പോ ദിവസാർ പറഞ്ഞ മാതിരി ഇറക്കുന്ന പോയിട്ട് ചെക്കപ്പ് ചെയ്യണം. അത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നം ഇല്ല. അതിന്റെ പേരിലാണ് ഞാൻ രാജേട്ടാ ഇപ്പൊ എങ്ങനെയാണ് കണ്ണിനെ